എങ്ങനെ ഇല്ലെങ്കിൽ അതങ്ങ് ഊരിയാൽ മതി. ആറ്റിൽ കൂടെ ഇറങ്ങിയപ്പോൾ പാടാം. ഇതിലേ അങ്ങ് പോവാം. രാവിലെ നോക്കുമായിട്ട് ഇറങ്ങിയോ? വർക്കുണ്ട്. Government of Karnataka. ഊട്ടിക്ക റോഡിൽ നിൽക്കാൻ പറഞ്ഞു. അങ്ങോട്ട് പോവാം. സംഭവം പറഞ്ഞു കൊടുത്തതാണല്ലോ, അല്ലാതെ പൈസ സമ്മാനം. വരുന്നുണ്ട്. ഇത് വേണ്ടായിരുന്നു, ഇത് അടിച്ചു.
എന്നിട്ട് എവിടെയാണ് ഈ ക്യാമറ ഒരു കാര്യം. ഇന്ന് കടയിൽ പോകുന്നില്ലെന്ന് വിചാരിച്ച അയ്യോ എൻ്റെ കൂടെ ഇന്ന് മൈലാഞ്ചി ഇട്ട് എൻ്റെ മൈലാഞ്ചി കുളമായി പോയി കടാ. അറിയില്ല ഇന്ന് കടയിൽ പോകുന്നില്ലെന്ന് വിചാരിച്ച അപ്പം അവർ തുണി എടുക്കാൻ വേണ്ടി എവിടെയാ തൊടുപുഴയിലെങ്ങാണ്ട് പോയേക്കുമായിരുന്നു. അപ്പം അവരോട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ പോയേക്കാന്ന് വെച്ച് 500-ഉം 600-ഉം ഒക്കെ നൈറ്റി തുണി എടുത്തിട്ട് തയ്ച്ച് ഓർഡറുണ്ട്. ഇവിടെ കോട്ടയം ശ്രീലക്ഷ്മി സിൽക്സിലുമൊക്കെ ഓർഡറുണ്ട്. അപ്പം തയ്ച്ചു കൊടുക്കും. അപ്പം നല്ല തുണി, നല്ല ക്വാളിറ്റിയുള്ള തുണിയും എടുത്ത് മുടി കഴിഞ്ഞ് നടക്കുന്നത് തുണിയൊക്കെ എടുത്ത് തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്നവർ തുണിയെടുക്കാൻ തൊടുപുഴ വരെ പോയത്. അപ്പോൾ ഇന്ന് ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ അവർ നേരത്തെ വന്നു. അപ്പം വരാൻ പറഞ്ഞു. നീര പറഞ്ഞു വിളിച്ച് ചെല്ലാൻ. ഞാനും ഭയങ്കര വെയിലാണ്. കുട നിർത്തിട്ട് പോകാം. എൻ്റെ ബാങ്കിൽ കയറണം, കുടുംബശ്രീയുടെ പൈസ അടയ്ക്കണം, കുറേ പരിപാടിയുണ്ട്. എന്നിട്ട് വേണം പോകാൻ. നല്ല കുടയുണ്ടോ? പറയണ്ട പോകുന്നത്. അയ്യോ കൊന്നു പൊന്നു കെട്ടണം. അപ്പം എന്തായിരുന്നു പോട്ടെ. നീരൊക്കെ വന്നോ അറിയത്തില്ല. ഒന്നുമില്ല, അവിടെ നിന്ന് താക്കോല് മേടിച്ച് തുറക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. വന്നിട്ടില്ല കേട്ടോ. മേളിൽ കാണുന്നതാണ് ഞങ്ങളുടെ സ്ഥാപനം. അപ്പോൾ ചാവൽ മേടിച്ച് തുറക്കണം. ദൈവത്തെ കിടന്ന് കുറേ പരിപാടിയുണ്ട്.
നോട്ട്സ് 550 പീസാണ്. ശരിയെന്ന് വിളിക്കാവേ. വന്ന് ഇപ്പം ടീച്ചർ വിളിക്കാൻ ഫുഡ് കഴിച്ചില്ല, ബിരിയാണി എടുത്താൽ കയറി വരുമല്ലേ. ഇത് എവിടെ ഇന്ന് ആരും ഫുഡ് കൊണ്ടുവന്നൊന്നുമില്ല. ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് ഉദ്ദേശമല്ലായിരുന്നു വന്നേ. പിന്നെ അതുകൊണ്ട് ഇവിടുത്തെ ടീച്ചറാണ് ഇതിക്കയുടെ ഓണർ. ടീച്ചറിൻ്റെ വീടാണ് ദൈവോ കാണുന്നത്. അപ്പോൾ ടീച്ചർ ഞങ്ങൾക്ക് ബിരിയാണി മേടിച്ചു തന്നു. ഇപ്പോൾ വരും. ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മേടിക്കാൻ വേണ്ടി മീര താഴോട്ട് പോയി. മീര എന്ത് ചെയ്യാവോ? ആ വഴി പോയോ? വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നേരത്തേക്ക് ഇവിടെ ഇങ്ങനെ മരമായിരുന്നേ. ആ മരം അതുകൊണ്ട് ഇത്രയും വെയിലില്ലായിരുന്നു. ഇപ്പോൾ ഈ മരമെല്ലാം കൂടെ വെട്ടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. ടമോ വെയിലിങ്ങോട്ടടിക്കുക. ഇവിടെ നേരെ അങ്ങോട്ട് പോകുമ്പോൾ ചോറ്റി മഹാദേവ ക്ഷേത്രമാണ്. എല്ലാ ശിവരാത്രിക്കും ഞാൻ കഴിഞ്ഞ വീടിക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, അവിടെയാണ് ഞങ്ങൾ നീരയിട്ടൊക്കെ പോയില്ല ഒരു അമ്പലത്തിൽ. അത് അവിടെയാണ് ഞങ്ങൾ എല്ലാ ശിവരാത്രിക്കും ചോറ്റിലാണ് വരുന്നത്. ഇത് ഇവിടെ എല്ലാം ഭയങ്കര ആളായിരിക്കും. ഇവിടെ എല്ലാം നിറഞ്ഞ് ഇങ്ങനെ കാവടിയൊക്കെ വന്ന് കേട്ടോ. ഇതുണ്ട് അവിടെ ഒരു ചിത്രം റോഡിൽ വരച്ച് വെച്ചേക്കുന്നത്. ഇവിടെ ഉള്ള മിക്ക ആൾക്കാരും വരുന്നൊരു അമ്പലം വെച്ചാൽ ഈ ഞങ്ങളുടെ ഭാഗത്തു നിന്നും മേന്തിയാറ് ഭാഗത്ത് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇവിടെ നിന്നൊക്കെ വരുന്ന ഇവിടെയാണ് ശിവരാത്രിക്ക് വരാറ്. ഭയങ്കര ജനമായിരിക്കും. ഒരു വെയിൽ എൻ്റെ അമ്മ. ഈ തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴയിൽ നിന്നുമായിട്ട് എടുത്താണ് ഇതെല്ലാം. 550 570 അങ്ങാണ്ട് പീസുണ്ട് നൈറ്റി വിറ്റ്. നല്ല അടിപൊളിയാണ്, നല്ല കൊള്ളാം. ഇതിൽ 500 തയ്ച്ച് ഓർഡറുള്ളതാണ് തയ്ച്ചു കൊടുക്കണം. ബാക്കിയുള്ളത് ഇവിടെ വെക്കും, ഇവിടെ വരുന്നവർക്ക് കൊടുക്കാൻ. ഇവിടെ നാളെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോകും. ശാമ്പമ്മയ്ക്കും അതെ നൈറ്റിയും കഴിച്ചൊരു സാരി ഇവിടെ എടുത്തു. ഇച്ചിരി പറയുന്നത് പുതിയ തരത്തിൽ Hi guys, we are eating biryani. Beef. ചിക്കൻ. അച്ചാറ് തോനെയുണ്ടല്ലോ. എന്താ? ചളാസ്. ഇത് മറ്റേ പാറത്തോട്ടിലെ അക്ഷയ ഹോട്ടലിൻ്റെ ബിരിയാണി. ഞാൻ കുറേ നാളെ കഴിച്ചു. അമ്മേ നമ്മൾ ബിരിയാണിയാണ് നമ്മൾ കൈയൊന്നും കഴുകണം. ബിരിയാണി കഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിക്കുന്നതിന് മുമ്പ് ആരും കൈ കഴുകരുത്. ചേച്ചി ബീഫ് ബിരിയാണി ഓപ്പൺ ചെയ്യാം. ചേച്ചി യമ്മി. മുട്ടയില്ലടി, മുട്ടയില്ല. കൈയിട്ട് നോക്കി, കൈയിട്ട് നോക്കി. മുട്ടയില്ലേ? മുട്ടയില്ല. ഇല്ല, ചിക്കൻ ബിരിയാണിക്ക് മുട്ടയില്ല. ഞങ്ങൾക്ക് കൈയിട്ട് മുട്ട. എനിക്ക് മുട്ടയുണ്ട്. ജയ്ക്ക് മുട്ടയില്ല, എനിക്ക് മുട്ടയുണ്ട്. ഞങ്ങൾക്ക് ഇട വളരെ കുറവാണ്, അതുകൊണ്ട് ചെറിയ ഇടയിൽ ഞങ്ങൾ ബിരിയാണി വാങ്ങിക്കും. ഉടുപ്പലൊക്കെ നഷ്ടമാണ്. നമ്മൾ പപ്പടം എടുക്കണം. നല്ല പൊടിപ്പപ്പടം. പിന്നെ നമ്മൾ കൈയിട്ട് വാരി അച്ചാറെടുക്കണം. കവറൊക്കെ കാണാം. ക്യാമറ സാലഡ് ഇട്ടേ. രക്ഷപ്പെടലേ ഉണ്ട്. രക്ഷപ്പെടലോ
ആദ്യം ഞാൻ ജയപ്രഭയ്ക്ക് വാരി കൊടുക്കട്ടെ. മുട്ട, ചിക്കൻ. ഈ ബീഫ് കഴിക്കാനുള്ളപ്പോൾ ഞാൻ വാരി തരുന്നില്ല. അങ്ങനെ തിന്നാറിയൊന്നുമില്ല. പക്ഷെ അങ്ങനെ വലിയ എനിക്കിഷ്ടമല്ല. വലിയ വായ ചെമ്മക്ക് ഞാൻ വലിയ വായ. നീ ബീഫ് കഴിച്ചുകൊണ്ടിരുന്നല്ലേ? അങ്ങനെ ചെറിയ വായ തരുന്നത്. നല്ല മസാല അല്ലേ? കുഴപ്പമില്ല. വ്ലോഗ് കാണുന്നതിൻ്റെ പ്രത്യേക ശ്രദ്ധിക്കുക. ഇനി വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഡേ ഇൻ മൈ ലൈഫിൽ എന്താ തിന്നുന്നതെന്നും കൂടെ കാണിക്കും. ഇപ്പം കേൾക്കാം. ഞങ്ങൾ വായ നോക്കി നിങ്ങൾക്ക് ഇറങ്ങാൻ താമസിച്ച് 6:40. ക്യാമറ പിണറായി ഗവൺമെന്റ് ചെലവഴിച്ച തുക എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? 100 കോടി രൂപ കേരള വികസന സദസ്സെന്ന പേരിൽ ഇവിടെ ലോക്സഭാ ഇലക്ഷന് മുമ്പ് ഗവൺമെന്റ് മുഖം മറിക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രഖ്യാപനം നടത്തി വികസന സദസ്സ് സംഘടിപ്പിച്ചു. അതിനുവേണ്ടി ചെലവഴിച്ച 40 കോടി രൂപ. ഇന്ന് ഞാനധികം വീഡിയോ എടുത്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. ജയ എടുത്തോന്നറിയത്തില്ല. ഞാൻ കുറച്ച് തിരക്കായിരുന്നു. പണിയുടെ ഇടയ്ക്ക് നടന്നില്ല. ഒന്നും ഫ്രീ ആയില്ല. ബിസി. എന്നാ നിനക്കുള്ള പണിയുണ്ട്. വെട്ടിയതാ.